ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഒരു വൈറ്റ് എഗ്ഗ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടതിന് ശേഷം ഈ മുട്ട ഇതിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ മുട്ടക്കൊക്കെ നന്നായി ഉപ്പ് പിടിച്ച് കിട്ടും. ഏകദേശം ഒന്ന് വാടി വരുന്ന സമയം തന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി എടുത്ത് വെക്കാം. ചെറുതായി ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഇതേ പാത്രത്തിലേക്ക് തന്നെ ഒരല്പം കൂടി 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും 2 കഷ്ണം ഇഞ്ചിയും കൂടി മുറിച്ചതിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 2 സവാള സ്ലൈസായി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് വേഗം ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട. അതിന് മുന്നേ നമുക്കൊന്ന് നന്നായി വാടിയതിന് ശേഷം നമുക്ക് മാറ്റിയെടുത്ത് വെക്കാം. പിന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് വാടി വരുന്ന സമയം 2 പച്ചമുളക് കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ബ്രൗൺ കളർ ആവണ്ട എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. നമ്മുടെ കറിക്ക് കുറച്ച് കട്ടിയും അതുപോലെ ടേസ്റ്റും കൂടാൻ വേണ്ടിയാണ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, കറിവേപ്പില ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ അത് ചെറുതായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. നമ്മളിതിന് മഞ്ഞളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മുടെ ഗ്രേവി കുറുകി വരുന്ന സമയം ആദ്യം നമ്മൾ എടുത്തു വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വേണം വേവിച്ചെടുക്കാൻ. പിന്നെ ഞാൻ ഒരു തേങ്ങയുടെ പാലെടുത്ത് വെച്ചിരുന്നു. അതിൻ്റെ 2ാം പാലാണ് ആദ്യം ചേർത്ത് കൊടുത്തത്. അതൊന്ന് തിളച്ച് വരുന്ന സമയം നമുക്ക് പാത്രം ഒന്ന് അടച്ച് വെക്കാം. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറഞ്ഞത് കൊണ്ട് വീണ്ടും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. പിന്നെ ഞാൻ ഒരു തക്കാളി ചെറുതായി മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കറി നന്നായി വെന്ത് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിനും അതുപോലെ ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി കുരുമുളക് പൊടി ലാസ്റ്റ് ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എരിവ് നോക്കിയപ്പോൾ എരിവ് കുറച്ച് കുറവായതുകൊണ്ടാണ്. പിന്നീട് 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ. അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം തിളക്കേണ്ട ആവശ്യമുള്ള ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ മതി. ചെറിയ ചൂടിന് തന്നെ ഒരു ചെറിയ തിള വരുന്ന സമയം തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതുപോലെ കമൻറ്റും ചെയ്യണം.
അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വിശേഷമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.